ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെയും സ്കൂൾ പിള്ളേരുടെയും ഓണ സെലിബ്രേഷൻ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് അസൂയ തോന്നാറുണ്ട്. നമ്മുടെയൊക്കെ കോളേജിൽ ഓണപ്പൂക്കളമാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ സെലിബ്രേഷൻ. പക്ഷേ ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെ ഓണ സെലിബ്രേഷൻ, ഓണത്തിന് മുമ്പ് ഒരു വീഡിയോ, ഹെലികോപ്റ്ററിൽ വരെ മാവേലി വരുന്ന ഓണ സെലിബ്രേഷനാണ് ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്ക്. പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സെലിബ്രേഷനായിരുന്നു ദേ മാവേലി കൊമ്പത്ത്, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്നീ 2 കോമഡി കാസറ്റുകൾ. പണ്ട് ഈ ടേപ്പ് റെക്കോർഡ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മുടെ ഓണം ആഘോഷമാക്കിയിരുന്ന ഒന്നായിരുന്നു ദേ മാവേലി കൊമ്പത്തും ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം. ആ ഒരു കോമഡി രംഗത്തിനേക്കാളും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇന്നസെൻറ്റിൻ്റെ സൗണ്ട് കൊടുക്കുന്നതും അതിനിടയിലുള്ള പാരഡി സോങ്ങും വളരെ മനോഹരമായ ഒന്നായിരുന്നു. അപ്പുറത്തെ വീടുകളിൽ ഈ ഒരു കോമഡി കാസറ്റുകൾ ഉറക്കെ വയ്ക്കുന്നു. അപ്പോൾ അത് ആദ്യമായി അവരാണ് വാങ്ങിയത് എന്നുള്ളൊരു സന്തോഷം അവർക്കും. അത് നമ്മൾ കേൾക്കുന്നു, ആ കോമഡി പാട്ടുകൾ നമ്മൾ പഠിക്കുന്നു, എന്നിട്ട് അത് നമ്മൾ പാടുന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് ദേ മാവേലി കുമ്പത്തോ അല്ലെങ്കിൽ ഓണത്തിനിടെ പുട്ടുകച്ചവടം എന്താണെന്ന് പോലും അറിയില്ല. കാരണം ഇപ്പോൾ കുറേ കോമഡി സ്കിറ്റുകളും കുറേ പാരഡി സോങ്സൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അതൊക്കെ ഒരു വലിയ ആഘോഷമായിരുന്നു. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറച്ച് നല്ല മെമ്മറീസ് ഉള്ള ഒന്നായിരുന്നു നമ്മുടെ ഓണക്കാലം. നമ്മുടെ ജനറേഷനോട് കൂടി ഓണം വീട്ടിൽ ആഘോഷിക്കുന്ന ഒരു സിസ്റ്റം തീർന്നു. ഇപ്പോൾ എല്ലാവരും ഓണം സ്റ്റാറ്റസിന് വേണ്ടി ആഘോഷിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.